Assalamualaikum. Welcome back to Magic Masala by Shabana. ബിരിയാണി പല തരത്തിലുണ്ടല്ലോ. മട്ടൻ ബിരിയാണി ഒരു വേറിട്ട രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊരു ചെറിയ ട്വിസ്റ്റിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ട്വിസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കമൻസും എന്നെ അറിയിക്കുക. അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പീസാക്കിയതാണ് വിത്ത് ബോൺ. 1 കിലോ മട്ടൻ നമ്മൾ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി. ഇത് ഇത്ര ഇട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ മട്ടൻ മാരിനേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു മസാല പേസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ പീസാക്കിയതോ, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വലിയ സ്പൂൺ തേങ്ങ, 2 ചെറിയ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ തേങ്ങ. ഇത് വറ്റൽമുളകാണ്, ചെറിയ എരിവുള്ള വറ്റൽമുളകാണ്, 7-8 വറ്റൽമുളക്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല. ഇതൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാൻ പോവുക. ഇപ്പോൾ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ചൂടാക്കുന്നുണ്ട്. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവറും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുൾ നെയ്യ് വേണമെങ്കിൽ ഫുൾ നെയ്യിലാണെങ്കിലും ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ, 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 2-3 കഷ്ണം പട്ട, 4-5 ഏലക്ക, 4-5 ഗ്രാമ്പു, ഇത് ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ബേ ലീഫ് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവോള ആഡ് ചെയ്യാം. ഞാൻ 4 സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 4 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് വഴറ്റണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് സവോള ഒന്ന് നല്ല ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇപ്പം സവോള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, ആ മിക്സിയിലിട്ട് അരച്ച് വെച്ച ആ പേസ്റ്റാണ് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഫുൾ ഇട്ടിട്ട് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് വാട്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം മസാല പേസ്റ്റ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റായി. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് മട്ടൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മട്ടൻ വേവിക്കാൻ പോകുന്നത് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്കിലാണ്. അപ്പം ഞാൻ ഫ്രഷ് തേങ്ങ അല്ല എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് 3 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഞാനൊരു 3 ടീസ്പൂൺ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഫ്രഷ് കോക്കനട്ടിൻ്റെ പാല് വേണം എന്നില്ല. ഇനി നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. ഇത് മട്ടൻ വേവുന്ന സമയത്ത് നമുക്ക് 3 കപ്പ് ബാസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാൻ പോവാണ്. 3 കപ്പ് അളന്നെടുത്തു. അതേ കപ്പിൽ 3 കപ്പ് വെള്ളവും ഞാൻ എടുത്തിട്ട് അതിലാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത്. ഇപ്പം അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും. ഇപ്പം ഇത് 3 കപ്പ് വെള്ളമാണ്. ഇപ്പം കാണാൻ തിൻ കോക്കനട്ട് മിൽക്കാണ്, ഒത്തിരി കട്ടിയുള്ള പാല് വേണ്ട. നിങ്ങൾക്ക് ഇനി ഫ്രഷ് തേങ്ങ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങ ആണെങ്കിലും എടുത്തിട്ട് 2ാം പാല് എടുത്താൽ മതിയാവും. 3 കപ്പ് തേങ്ങാപ്പാൽ, ലൈറ്റ് കുക്ക് കോക്കനട്ട് മിൽക്കാണ്.
അത് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും മതി. 3 കപ്പ്. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വിസിലടിച്ച് മട്ടൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ വിസിലടിച്ച് മട്ടൻ വെന്തതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വാർത്ത് വെച്ചിരുന്ന ആ 3 കപ്പ് അരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് വേവിക്കാൻ പോവാണ്. ചോറ് വേവാനായിട്ട് 1 വിസിൽ മതി. ലോ ഫ്ലെയിമിൽ 1 വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അരി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ 1 വിസിൽ അടിച്ചതിന് ശേഷം ആവിയെല്ലാം പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബിരിയാണി റെഡിയായി.